സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, ഇപ്പോൾ എന്താണ് മഴ മുന്നറിയിപ്പ്? ഇപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. മഴ തുടങ്ങിയപ്പോൾ തന്നെ പലയിടത്തും മരം വീഴുന്നു, മതിൽ ഇടിയുന്നു, വീടിടിഞ്ഞു വീഴുന്നു. ഇതൊക്കെ തന്നെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണിപ്പോൾ മുന്നറിയിപ്പ്? ഏതൊക്കെ ജില്ലകളിലാണ് പ്രത്യേക കരുതൽ വേണ്ടത് സുനിഷ? സ്മൃതി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് വടക്കൻ കേരളത്തിൽ കുറച്ചധികം കരുതൽ വേണമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതാ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾക്കാണ്. ഒപ്പം തന്നെ മലപ്പുറം, വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഉണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു അലർട്ടുകൾ ഉള്ളത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അലർട്ടുകളൊന്നും നൽകിയിട്ടില്ല. രാത്രി ചെറിയൊരു മഴയുണ്ടായിരുന്നു. ഇപ്പോൾ സജോ പറഞ്ഞതുപോലെ വലിയ വെള്ളക്കെട്ടല്ലെങ്കിലും സ്മൃതി, ഞാനിപ്പോൾ ഉള്ളത് ഈ ബേക്കറി ജംഗ്ഷനിലാണ്. സാധാരണ രീതിയിൽ തിരുവനന്തപുരത്ത് അറിയാമല്ലോ, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പിന്നീട് കുറച്ചൊരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. പക്ഷേ ഈ ബേക്കറി ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചെറിയ മഴയാണെങ്കിൽ പോലും ഇതാണ് സ്ഥിതി എന്നുള്ളതാണ്. നിരവധി കടകളുള്ള സ്ഥലമാണ്. പക്ഷേ വെള്ളക്കെട്ട് ഇങ്ങനെ ആയതോടുകൂടി ആളുകൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. സാധാരണ രീതിയിൽ ആളുകൾ നടന്നു പോകുന്ന ഒരു ഫുട്പാത്ത് കൂടി അവിടെയുണ്ട്. പക്ഷേ വെള്ളം നിറഞ്ഞതുകൊണ്ട് എവിടെയാണ് ഫുട്പാത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. വലിയൊരു ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നുണ്ട്. ഏതായാലും മഴ ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ശക്തമായി തുടരുമെന്നുള്ളത് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. പ്രധാനമായും വടക്കൻ കേരളത്തിൽ തന്നെയാണ് മഴ കനക്കാനുള്ള സാധ്യത. പക്ഷേ അടുത്ത 3 മണിക്കൂറിൽ എല്ലായിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് എന്നുള്ളതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം ഒന്നും തന്നെ വലിയ തരത്തിൽ കൃത്യമായി തന്നെ നടന്നിട്ടില്ല എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ടുകളെല്ലാം കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, മഴക്കെടുതികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ രൂക്ഷമായി മഴക്കെടുതികളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മരം വീണും മതിലിടിഞ്ഞുമൊക്കെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പട്ടം സ്കൂളിൽ മതിലിടിഞ്ഞതാണെങ്കിൽ ഇന്നലെ പാളയത്ത് ഒരു മരം വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. അങ്ങനെ വലിയ തരത്തിൽ മഴക്കെടുതികളും രൂക്ഷമാകുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അലർട്ടുകൾ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടും മഴ കനക്കാനുള്ളൊരു സാധ്യത തന്നെയാണ്. ഒപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. മലയോര മേഖലകളിലാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുള്ളത്. രാത്രികാല യാത്രകളെല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പൊന്മുടി പോലുള്ള ഇക്കോ ടൂറിസത്തിലേക്കെല്ലാം, പൊന്മുടി പോലുള്ള ഇടങ്ങളിലേക്കെല്ലാം യാത്രാ നിരോധനവും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച സുനിഷ, ഇപ്പോൾ പൊന്മുടിയിലേക്ക് ആരും വരേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടും ആളുകൾ അവിടേക്ക് പോകുന്നു, അവരെ മടക്കി അയക്കുന്നുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത് കൂടാതെ സുനിഷ, ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത ഈ ഓടകൾ ഒക്കെ പലയിടത്തും നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യം മഴക്കാലത്ത് നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഡ്രെയിനേജ് അടയ്ക്കാത്ത ഭാഗങ്ങളിൽ ഓടയിൽ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യമാണല്ലേ? ഇപ്പോൾ അവിടെ ഫുട്പാത്ത് കാണാൻ പറ്റുന്നില്ല എന്നാണല്ലോ ഇപ്പോൾ സുനിഷ പറയുന്നത്. അതേ സ്മൃതി, ശരിക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഇത് കാണിച്ചു തരാം സ്മൃതി. നമുക്ക് അവിടെ ഒരു ഫുട്പാത്തിന്റെ ഭാഗം കാണാൻ കഴിയുമായിരിക്കും. ആ ഭാഗത്തൂടെയാണ് സാധാരണ രീതിയിൽ ഈ റോഡിൽ നിന്ന് മാറി ആളുകൾ നടക്കുന്നത്. ആ ഫുട്പാത്തിലൂടെയാണ്. പക്ഷെ ആ ഫുട്പാത്തിലേക്ക് പോകണമെങ്കിൽ ഈ വെള്ളക്കെട്ടെല്ലാം കടന്ന് അപ്പുറത്തേക്ക് എത്തേണ്ട ഒരു സ്ഥിതി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിരവധി കടകൾ കാണാം. ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അപ്പുറത്ത് തൊട്ടടുത്തായി നിരവധി കടകളുണ്ട്. പക്ഷെ തൊട്ടടുത്ത് തന്നെ ഈ പെട്രോൾ പമ്പ് കൂടിയാണ്. പക്ഷേ അതിന്റെ ഭാഗങ്ങൾ നീണ്ടു കിടക്കുകയാണ്. അങ്ങോളം ഇങ്ങോളം വെള്ളക്കെട്ട് രൂക്ഷമായി. ഇവർ പറയുന്നത് ഒരുപാട് ദിവസമായി ഇതുപോലെ തന്നെ വെള്ളക്കെട്ടായിട്ട് മഴയാറുമ്പോൾ പോകുമെന്നുള്ളതാണ്. നേരത്തെയൊക്കെ കരുതിയെങ്കിൽ ഇപ്പോൾ അതുപോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൃത്യമായ ശുചീകരണം ഒന്നും തന്നെ, ഈ ഓട വൃത്തിയാക്കലൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നിലവിൽ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആളുകൾ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടി പ്രതികരണം എടുക്കാമായിരുന്നു. കാരണം വലിയ ബുദ്ധിമുട്ട് അവർ ഇവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ബേക്കറി ജംഗ്ഷന്റെ മാത്രം ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്, ഒരു മഴ നിർത്താതെ പെയ്തപ്പോൾ കിഴക്കേക്കോട്ട ഭാഗമെല്ലാം പൂർണ്ണമായി മുങ്ങുന്ന ഒരു സ്ഥിതി കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരമൊരു സ്ഥിതിയിലേക്ക് ഒരു ശക്തമായ മഴ പെയ്താൽ ഈ ബേക്കറി ജംഗ്ഷൻ കൂടി പോകുമെന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് സ്മൃതി ഇവിടെയുള്ളവർ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മഴ ഇനിയും കനത്ത് പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ മഴ തെക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കാലാവസ്ഥാ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഇതാണ് ബേക്കറി ജംഗ്ഷനിലെ സ്ഥിതി എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ ഏറ്റവും നഗരപ്രദേശത്ത് നിന്നാണ് സുനിഷ വിവരങ്ങൾ നൽകിയത്.